ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തുണ്ടാക്കുന്നത്? പൊറോട്ട ഓർ മഷ്റൂം കറി. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിന്, 1 കിലോ മൈദ എടുത്തിന്. അതിന് കുറച്ച് ഉപ്പ്, പിന്നെ 2 സ്പൂണ് പഞ്ചസാര ഇടണം. ഇട്ടിട്ട് ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം ഇതേമാതിരി. പിന്നെ ഇത് അതാ കിലോൻ്റെ മൈദ 2 കൂട്ടെടുത്ത് തൊട്ടെടുത്ത് 1 കിലോ മൈദ എടുത്ത്. പിന്നെ ഒലിവ് ഓയിലില്ലേ, അത് കുറച്ചിടണം. പിന്നെ അതിനെ മിക്സ് ആക്കിയിട്ട് ഉണ്ടിയിട്ട് എടുക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഉണ്ടിയിട്ട് ആട്ടം. അതിനെ ഒരു സൈഡിൽ വെക്കണം. ഇതേമാതിരി പരത്തിയിട്ട് എടുക്കണം. നമുക്ക് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി തച്ചിട്ട് ഇതാക്കണം. അപ്പോൾ നല്ല പതം വെക്കും ആട്ടം. കുറച്ച് മുകളിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇതേ ചട്ടി കയറ്റിട്ട് ഒരു സൈഡിൽ വെക്കണം. 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം. പിന്നെ ഞാനിൽ 200 ഗ്രാംസിൻ്റെ 3 തൊട്ടെടുത്തിന് മഷ്റൂം. അതിനെ നല്ല വൃത്തിയിലൊക്കെ കയറ്റി മുറിച്ചിട്ട് വേണം. മുറിച്ചിട്ടിട്ടാൽ പിന്നെ കവണം. നോക്കും വലുതങ്ങ് 4 കഷ്ണമാക്കണം, ചെറുതങ്ങ് 2 കഷ്ണമാക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി ഇതിൻ്റെ മുകളിൽ നിന്ന് ഇതൊക്കെ ഇങ്ങനെ തൊലി കളയാൻ കഴിയുന്നു. ഈ തൊലിനെ കളഞ്ഞിട്ട് എടുക്കണം. ഒരു സൈഡിൽ ചട്ടി എടുത്തിന്. എനിക്ക് കുറച്ച് നെയ്യിടണം. അതിന് ഈ മഷ്റൂമിനെ കാച്ചിരിക്കണം. മഷ്റൂമില്ലേ കുറേ വെള്ളം വരുന്നു. അതിന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. പിന്നെ ഒരു സൈഡിൽ ഞാൻ മഷ്റൂമിൻ്റെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗരം മസാല എന്തെടുത്ത് നോക്കും. 4 കാശ്മീരി മുളക്, മല്ലി, ഇടിമല്ലി, ജീര, പടിസോപ്പ്, കെത്ത, ചെറിയ ഏലക്ക, 1 വലിയ ഏലക്ക, മെത്തി കുറച്ചൊക്കെ. അങ്ങനെ കുറച്ച് എണ്ണയിൽ ചൂടാക്കിയിട്ടില്ലേ പൊടിച്ചിടണം. ഒരു സൈഡിൽ ഞാൻ ഈ ചട്ടി എടുക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽക്കൊന്ന് നെയ്യിടണം. ഇത് നോക്കും. ഒരു സൈഡിൽ ഞാൻ മഷ്റൂമിന് നോക്കും വെള്ളം എത്ര വറുത്ത് തന്നാണ്. പിന്നെ കുറച്ച് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടണം. ഞാൻ ഇളക്കിൽ കൊടുത്തുകൊണ്ട് ഉണ്ടായാൽ മതി. അതൊരു സൈഡിൽ വെച്ചിന് ഒരു സൈഡിൽ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി എടുത്തിന്. ഇരിക്കുന്ന നെയ്യ് ഇട്ടിട്ട് 3 എണ്ണം ഞാൻ ഉള്ളി എടുത്തിന്. സവള നന്നായി കാഞ്ഞിട്ട് വരാൻ പാടില്ല. അതിൽക്ക് കുറച്ച് ബദാമും കുറച്ച് പറങ്ങട്ട എടുത്തിന്. ഇടി പറങ്ങട്ട അതിന് ഇതെണ്ണ അതിൻ്റെ അകത്ത് ഇട്ടാൽ കഴിയും. പിന്നെ ഞാൻ 3 തക്കാളി, നല്ല ഒത്ത തക്കാളി എടുത്ത് അതിനെ മുറിച്ചിട്ട് കഷ്ണാക്കി ഇട്ടാൽ മതി. അതിനെ നല്ല മിക്സാക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. വലിയ സ്പൂണിൽ 1 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. പിന്നെ ഉപ്പിട്ടിട്ട് മൂടിയിട്ട് വെക്കണം. കമ്പട്ട സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതേമാതിരി നമുക്ക് ഈ കളറായിട്ട് കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന. പിന്നെ 2 സ്പൂൺ ഞാൻ മുളക് പൊടി ഇട്ടിന്. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല. അതാ ഇതിൽക്ക് മഷ്റൂം കിട്ടിയിട്ടില്ലേ, അത് തന്നെ. നമുക്ക് മഷ്റൂമിൻ്റെ വെള്ളമെല്ലാം ഇതായി ഉണങ്ങിയിട്ട് കിട്ടീന്. പിന്നെ ഈ ഗരം മസാല ഞാൻ കാണിച്ചില്ലേ, അതിനെ ഈ മിക്സി കട്ടിട്ട് അരച്ചിട്ട് എടുക്കണം. ഉള്ളിഞ്ചിൻ്റെ പേസ്റ്റ് ഇല്ലെങ്കിൽ 2-3 കഷ്ണം എടുത്തിട്ട് ഇതേ ഗരം മസാല എടുത്ത് അരച്ചിട്ട് എടുക്കണം. എൻ്റെ അടുത്ത് പേസ്റ്റ് ഉണ്ടതിനെ കൊണ്ട് ഞാൻ അരച്ചിട്ടില്ല. വെച്ചിട്ടില്ല. ഒരു സൈഡിൽ ഈനെയും പൊടിച്ചിട്ട് എടുക്കണം. അതേ മിക്സിക്ക് എത്തിയിട്ടിട്ട് നമുക്ക് മസാല എടുത്താൽ നോക്കും. മഷ്റൂമിന് ഒരു സൈഡിലതിന് മഷ്റൂമിനെ ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് നോക്കി ഇതേ ചട്ടിയിൽ ഞാൻ ഈ ഗരം മസാല പൊടിച്ചില്ലേ, അതിന് ഒരു പിടി നെയ്യിട്ടിട്ട് കുറച്ച് നെയ്യിട്ടിട്ട് ഈ ഗരം മസാല നല്ല മിക്സാക്കിയിട്ട് ഇതാക്കിയിട്ട് എടുക്കണം. നെയ്ക്കത്ത് കുറച്ച് മണം മാറോളം. പിന്നെ അരച്ചിട്ട് വെച്ച മസാല ഇടണം. ഇതേമാതിരി അതിന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. എന്താ പറഞ്ഞിട്ടിട്ടല്ല, അങ്ങനെ അടിക്ക് പിടിക്കുന്ന ചാൻസ് ഉണ്ട്. അങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ട് വേണം. കുറച്ചൊക്കെ കസ്തൂരി മേത്തി പൊടിച്ചിട്ട് ഇടണം. ഈ ആട്ട നോക്കി ഇത് നല്ല പദമായിട്ട് കിട്ടി. പിന്നെ ഇതേമാതിരി ഇതാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മുറിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി നോക്കാമല്ലോ. പിന്നെ ഇതേമാതിരി പരത്തിയിട്ട് കൊടുക്കണം. ഞാൻ പൊറോട്ടക്ക് എങ്ങനെ പരത്തുന്ന അടിച്ചിട്ട് അതിൽ ഇതേമാതിരി മുറിച്ചിട്ട് എടുത്തിട്ട് 2 കഷ്ണമാക്കണം സൈഡിൽ നിന്ന്. നമുക്ക് ഇതേമാതിരി കഷ്ണാക്കിയിട്ട് വീഡിയോയിലില്ലേ പൊറോട്ട ആക്കുന്ന 2-3 വീഡിയോ ഞാൻ ഇട്ടിന്.
നല്ല ടേസ്റ്റ്. നാട്ടിലെ പൊറോട്ട കണക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കി. ഇങ്ങനെ ഒരേ ഇതാക്കിയിട്ട് റൗണ്ടിൽ ഷേപ്പാക്കിയിട്ട് എടുക്കണത് ഇതേമാതിരി നോക്കാമല്ലോ. എല്ലാം ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്ത് ഇപ്പം ഞാൻ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ തവ വെച്ചിന്. ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുക്കണം. എല്ലാം നോക്കി തവ വെച്ചിനിത് ഒരെണ്ണ ഞാൻ ഇട്ടിന്. അതിൻ്റെ മേൽക്കോൾ നെയ്യ എണ്ണ അങ്ങനെ ഇട്ടിട്ട് കൊടുത്താലും മോശമില്ല. ഇതേമാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തുടങ്ങി. നാട്ടിലെ പൊറോട്ട ടൈപ്പ് തന്നെ. നാട്ടിലത്തെ എങ്ങനെ പൊറോട്ട നമുക്ക് പീടിയിൽ നിന്ന് കിട്ടുന്ന ഹോട്ടലിൽ നിന്നല്ലോ അതേ ടേസ്റ്റ്. പൊറോട്ട എങ്ങനെ അടിക്കുന്നത് അതേമാതിരി അടിച്ചിട്ടെടുത്താൽ കായ ഇതേമാതിരി നോക്കല്ലോ. സെയിം പൊറോട്ട ഈ ടൈപ്പ് ഒരേ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ എല്ലാ പൊറോട്ട ഞാൻ ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് എടുത്തിന്. ഇതിക്ക് ചിക്കൻ മട്ടൻ കറി വേണമെന്നേ ഇല്ല. നോക്ക് ഇതേമാതിരി എല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കണം. ഇനി ഇറണ്ടാൻ പോലില്ല, അടിച്ചിട്ട് എടുക്കണം. ഇതേമാതിരി എല്ലാം ചുട്ടിട്ട് എടുക്കണം. നല്ല ടേസ്റ്റ് ചായൻ്റെ ഒത്തേം കഴിക്കാൻ. ഇങ്ങനെ കഴിച്ചിട്ട് അഭിപ്രായം പറയും. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. വീടായിട്ട് വരാം. അസ്സലാമു അലൈക്കും.